നമുക്കിപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും ഗൂഗിളാണ് എടുത്ത് നോക്കാറ്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യും. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കണമെങ്കിൽ അങ്ങനെ എന്തുമാവട്ടെ നമ്മൾ ഗൂഗിളാണ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യാറ്. എന്നാൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ അശ്ലീലപരമായിട്ടുള്ള പല ഫോട്ടോസുകളും വെബ്സൈറ്റുകളും വീഡിയോസുകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ശല്യമായിട്ട് മാറാറുണ്ട്. എന്നാൽ ഗൂഗിളിൽ നമ്മൾ അതിൻ്റേതായ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ കയറി വരുന്നത്. നമുക്കിത് മൊത്തത്തിൽ ഇല്ലാതാക്കാൻ നമ്മുടെ ഗൂഗിളിൻ്റെ അകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന നല്ല നല്ല ടിപ്സുകൾ, ട്രിക്സുകൾ, അതുപോലെ തന്നെ നല്ല വീഡിയോസുകളൊക്കെ തന്നെ ഈ ഒരു FTM ക്രിയേഷൻ എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലുകളിലും നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇങ്ങനെയുള്ള സെക്ഷലി കണ്ടൻറ്റുകൾ, മോശപ്പെട്ട കണ്ടൻറ്റുകൾ ഗൂഗിളിൽ കയറി വരുന്നത് നമുക്ക് എങ്ങനെ തടയാം എന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ ക്രോം അല്ല കേട്ടോ, G എന്ന് കാണിക്കുന്ന ഈ ഒരു ഗൂഗിൾ, ഇതാണ് നമുക്ക് ഓപ്പൺ ആക്കേണ്ടത്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ഓപ്ഷൻ ഇവിടെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ കാണും. പക്ഷേ എൻ്റെ മൊബൈലിൽ ഇവിടെയല്ല ഉള്ളത്. പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഓപ്ഷൻ കാണുന്നത്. അതായത് സേഫ് സെർച്ച് എന്ന ഓപ്ഷൻ. ചില മൊബൈലുകളിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം, ഈ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു സേഫ് സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ അങ്ങനെ കാണാത്തതുകൊണ്ടാണ് ഞാനിവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേഫ് ആൻഡ് സെർച്ച് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. സേഫ് സെർച്ച് എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ഓഫിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പല വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോഴും മോശപ്പെട്ട കണ്ടൻറ്റുകൾ, സെക്ഷലി കണ്ടൻറ്റുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. ബ്ലർ എന്ന ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കണ്ടൻറ്റുകൾ, മോശപ്പെട്ട കണ്ടൻറ്റുകൾ വരുന്നതാണെങ്കിലും അതൊന്ന് ബ്ലർ ചെയ്തിട്ടായിരിക്കും വരിക. എന്നാൽ ഫിൽട്ടർ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ എന്ത് സെർച്ച് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മോശപ്പെട്ട കണ്ടൻറ്റുകൾ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും വരിക. അതായത് ഒരിക്കലും തന്നെ മോശപ്പെട്ട കണ്ടൻറ്റുകളോ അങ്ങനെയുള്ള സെക്ഷലി കണ്ടൻറ്റുകളോ ഒന്നും തന്നെ നിങ്ങളുടെ സെർച്ച് ലിസ്റ്റിൽ വരികയില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ഫിൽട്ടർ എന്ന ഈ ഒരു ഭാഗത്തേക്കാണ് മാറ്റിക്കൊടുക്കേണ്ടത്. ഗൂഗിളിൻ്റെ സെറ്റിങ്സിൽ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ മോശപ്പെട്ട കണ്ടൻറ്റുകൾ, അശ്ലീലപരമായിട്ടുള്ള ഒരു കണ്ടൻറ്റുകളും നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ച് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒരിക്കലും തന്നെ വരില്ല. അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.